നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പ്രണയിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാമുകിയെ പ്രണയിക്കുന്നുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് എന്നു മുതലാണ് ആരംഭിച്ചത് എന്നതായിരിക്കും എൻ്റെ അടുത്ത ചോദ്യം. അതായത്, നിങ്ങൾ നിങ്ങളുടെ അടുപ്പക്കാരുമായി ഇഷ്ടത്തിലായ ആ പ്രത്യേക ദിവസം അത് ഏത് ദിവസമാണ്? നമ്മുടെ ഇഷ്ടക്കാരുമായി നമ്മൾ ഏത് ദിവസം മുതലാണ് അടുപ്പത്തിലോ ഇഷ്ടത്തിലോ ആയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നല്ല, സത്യത്തിൽ അത് അസംഭവ്യമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരും തന്നെ ഏതൊരു വ്യക്തിയെയും ഒറ്റ ദിവസം കൊണ്ടോ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടോ അളന്നു നോക്കി അവരെ ഇഷ്ടപ്പെടുന്നവരല്ല. നമ്മൾ ജിമ്മിൽ പോകുന്ന ആദ്യത്തെ ദിവസം കുറച്ച് വാമപ്പുകളും കുറച്ച് എക്സസൈസുകളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ എന്ത് വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുക? രണ്ടാമത്തെ ദിവസം വീണ്ടും ജിമ്മിലേക്ക് പോയി നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചെങ്കിൽ പോലും കണ്ണാടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കില്ല. 3, 4, 5 ഒരാഴ്ച കഴിഞ്ഞാൽ പോലും നമുക്കൊരു വ്യത്യാസവും കാണാൻ സാധിക്കില്ല എന്ന സത്യം നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒക്കെ കാര്യം. നമ്മളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലോ നമ്മൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലോ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടോ ഒരു സംഭവം കൊണ്ടോ ഒരു സന്ദർഭം കൊണ്ടോ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ ജിമ്മിൽ പോകുന്നത് പോലെ തുടർച്ചയായി നമ്മൾ കൂടുതൽ എഫേർട്ടുകൾ എടുത്ത് കൺസിസ്റ്റന്റ് ആയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതിനുള്ള ഫലം ലഭിക്കും എന്ന ഉറപ്പ് നമുക്കുണ്ടല്ലോ. അതുപോലെ ഇവിടെയും നമ്മൾ തുടർച്ചയായി ജെന്യുവനായി നല്ല പെരുമാറ്റങ്ങളും നല്ല സ്വഭാവ രീതികളും ഒക്കെ കാഴ്ചവെച്ച് മറ്റുള്ളവരിൽ നമ്മളോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ജിമ്മിൽ പോയി 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ടും എനിക്ക് കാര്യപ്പെട്ട വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അത് അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആലോചിച്ച് നോക്കൂ. ഇതുപോലെ നമ്മളെ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടും തുടർച്ചയായി കുറച്ച് ദിവസങ്ങളൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഒരു വ്യത്യാസവും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇവിടെ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇവന്റോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭമോ നമ്മളെ ഇത്തരത്തിൽ ഒരു പ്രണയത്തിലേക്ക് വീഴുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കില്ല. പകരം തുടർച്ചയായി നമ്മൾ ജെന്യുവനായി അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അവരിൽ മാറ്റം വരുത്താൻ നമ്മളെ സഹായിക്കും. ഇതേ കാര്യം തന്നെ നമുക്ക് ലീഡർഷിപ്പിന്റെ കാര്യത്തിലും പറയാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തിയെ മറ്റാരെങ്കിലും അംഗീകരിച്ചാൽ മാത്രമേ അയാൾ ഒരു നല്ല ലീഡറാണ് എന്ന് നമ്മൾ പറയുള്ളൂ. എങ്ങനെയാണ് ഒരാൾ നല്ല ലീഡർ ആവുന്നത്? എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നത്? ലീഡർഷിപ്പ് നേടിയെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് നേടിയെടുക്കാൻ സഹായിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾ ചേർന്ന് ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മൾ ലീഡറായി. അങ്ങനെയാണോ? അങ്ങനെ ഒരിക്കലും അല്ല. നിങ്ങൾക്ക് സ്നേഹം പിടിച്ചു പറ്റേണ്ട വ്യക്തിയുടെ ജന്മദിനം ഓർത്തുവെച്ച് കൃത്യമായ സമയത്ത് അവരെ വിഷ് ചെയ്താലൊന്നും യഥാർത്ഥത്തിലുള്ള അവരുടെ സ്നേഹവും അംഗീകാരവും ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. മറിച്ച് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയും അവരെ കേൾക്കാനും നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റിവെച്ച് പോലും അവരെ പരിഗണിക്കാനും തയ്യാറാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നല്ല നാടകീയമായ രീതിയിൽ ചിത്രീകരണങ്ങളൊന്നും നടത്തേണ്ടതില്ല. മറിച്ച് നമ്മളിപ്പോൾ ഭാര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം പറയുക, നമ്മൾ അടുക്കളയിൽ പോയി ഒരു ചായ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ പോയിട്ട് ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സ് എടുക്കുകയോ ചെയ്തിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് അതുപോലെ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി മറ്റൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് അവർ ചോദിക്കാതെ പോലും നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി മറ്റൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവിടെയാണ് അത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമേറിയ ഒരു ദിവസമായിരുന്നു കരുതുക. ആ ദിവസം നിങ്ങളുടെ ഭാര്യയുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിൽ ഒന്നുമാണ്. എന്നാൽ ആദ്യം തന്നെ അവരുടെ മോശപ്പെട്ട ദിവസത്തെക്കുറിച്ച് കേട്ട് അവരുടെ വിഷമങ്ങളെക്കുറിച്ച് കേട്ട് അതിനുള്ള പ്രതിവിധിയെക്കുറിച്ച് തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ നല്ല ദിവസത്തെക്കുറിച്ച് അവരോട് പറയാതെ അവരുടെ മോശം ദിവസത്തിൽ അവരുടെ കൂടെ സങ്കടത്തിൽ പങ്കുചേർന്ന് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് അവരെ പ്രചോദിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കും. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാ റിലേഷൻഷിപ്പുകളും തന്നെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ വേദനിക്കാതെ സന്തോഷത്തോടെ തന്നെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കൊരു ലീഡർ ആകണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ബോധവാന്മാരാകണം. നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരണം. നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കണം. നിങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചോ മറ്റുള്ളവരെ അറിയിക്കേണ്ടതില്ല. ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രീം കണ്ടിട്ടോ നിങ്ങളൊരു ലീഡറായിട്ട് ആരും തിരഞ്ഞെടുക്കില്ല. നിങ്ങളെ ഒരു ലീഡറായി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം
ലീഡർഷിപ്പ് ജിമ്മിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നത് പോലെ, ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയി തുടർച്ചയായി ആകെ മൊത്തം നോക്കുമ്പോൾ നിങ്ങളൊരു നല്ല ലീഡറാണ് എന്നവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനുമായി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് നിങ്ങൾ പോയി എന്ന് കരുതുക. നിങ്ങളുടെ സൊല്യൂഷൻ കൊണ്ട് ആ പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാനും സാധിച്ചു എന്ന് കരുതുക. എന്നാൽ അവര് നിങ്ങളെ ലീഡറായി കാണുന്നില്ല. ആദ്യം നിങ്ങൾ ഒരു സൊല്യൂഷൻ പറയുന്ന സമയത്ത് അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും നിരവധി തവണ നിങ്ങളുടെ സൊല്യൂഷനുകളുടെ മുകളിൽ, നിങ്ങളുടെ ആത്മാർത്ഥതയുടെ മുകളിൽ നിങ്ങൾ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും പല കാര്യങ്ങളും നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആദ്യം നിങ്ങളെ നിരസിച്ചവർ പോലും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ് പിന്നീട് നിങ്ങൾ കൊണ്ടുവരുന്ന സൊല്യൂഷൻ എങ്കിലും അവരത് അംഗീകരിക്കും, അവരത് മനസ്സിലാക്കും, അവർ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കും. ഇത്തരത്തിൽ തുടർച്ചയായി നിങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പല കാര്യങ്ങളെയും പല തീരുമാനങ്ങളെയും മനസ്സിലാക്കി കോർത്തിണക്കി നിങ്ങളെ അവർ ഒരു ലീഡറായി കണ്ടതുകൊണ്ടാണ്. നല്ല ഒരു ലീഡർ ആകണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളാകണമെങ്കിലോ, നിങ്ങൾ ജെന്യുവിനായി നിങ്ങളുടെ കൂടെയുള്ളവരെ, നിങ്ങളുടെ സഹപ്രവർത്തകരെ, അതുപോലെ നിങ്ങളുടെ താഴെയുള്ളവരെയൊക്കെ നിങ്ങൾ ജെന്യുവിനായി വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ പങ്കുചേരണം. നല്ല ഒരു ലീഡർ എപ്പോഴും നല്ല ഒരു ലിസണർ ആയിരിക്കും. അതായത് മറ്റുള്ളവരെ കേൾക്കാൻ ക്ഷമ കാണിക്കുന്ന വ്യക്തിയായിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ സമയം കൊടുക്കാൻ മനസ്സുള്ളവരായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളൊരു മാനേജറാണെന്ന് കരുതുക. നിങ്ങളുടെ കീഴിലുള്ള വ്യക്തികളെ, നിങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരെ നിങ്ങൾ കൃത്യമായി പരിഗണിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കീഴിലുള്ള ആ വ്യക്തികൾക്ക് അതുപോലുള്ള മറ്റൊരു ജോലി ലഭിച്ചാലും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാലറി ലഭിക്കുന്ന ജോലി ലഭിച്ചാൽ പോലും അവർ ആ ജോലിയെ ഒഴിവാക്കില്ല. കാരണം ജനങ്ങൾ ഒരു ജോലിയെ പ്രണയിക്കുമ്പോഴാണ് അത് അവരുടെ പാഷനായി മാറുന്നത്. ജനങ്ങൾ ഒരു ജോലിയെ ഇഷ്ടപ്പെടുമ്പോഴല്ല. ഐ ലൈക്ക് മൈ ജോബ് എന്ന് പറയുന്നതും ഐ ലവ് മൈ ജോബ് എന്ന് പറയുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ അത് നമ്മുടേതാണെന്നും നമുക്ക് അതുകൊണ്ട് വളരെ കൂടുതൽ മെച്ചമുണ്ടെന്നും ഇങ്ങനെയുള്ള നമ്മുടെ ഇമോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നും. ഐ ലൈക്ക് മൈ ജോബ്, എനിക്ക് എന്റെ ജോലി ഇഷ്ടമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പറയാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം, എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ്, ഈ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാം, മാത്രമല്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് നല്ല ശമ്പളം ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ഉത്തരം. അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ എനിക്ക് ബോണസ് ലഭിക്കാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ ഐ ലവ് മൈ ജോബ് എന്ന് പറയുന്ന ആളുകളോട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ ഈ ജോലിയെ വളരെ നന്നായി സ്നേഹിക്കുന്നു, എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടമാണ്, പോരാത്തതിന് ഞാൻ ഈ ജോലി ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകരുമായി വളരെ നല്ല അടുത്ത ബന്ധത്തിലാണ്, എനിക്ക് ഇവിടെ വിട്ട് മറ്റൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ ഈ ജോലിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോ അവർക്ക് കൂടുതൽ നല്ല ഓഫറുകൾ ലഭിച്ചാലോ, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സമയം കുറഞ്ഞ ജോലി ലഭിച്ചാലോ ഒന്നും അവർക്ക് ഈ ജോലി ഒഴിവാക്കി പോകാനുള്ള മനസ്സുണ്ടാവില്ല. ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്ന വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഐ ലൈക്ക് മൈ ജോബ്. മിക്കവരും പറയും ഐ ലൈക്ക് മൈ ജോബ്. എന്നാൽ നമ്മുടെ മിലിറ്ററിയിലുള്ള, ആർമിയിലുള്ള പട്ടാളക്കാരോട് നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെ ഇഷ്ടമാണോ? അപ്പോൾ അവർ പറയും ഐ ലവ് മൈ ജോബ്. അതെന്തുകൊണ്ടാണ്? ബിസിനസിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ, നമ്മൾ ജോലി ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, അവരൊക്കെ നമ്മുടെ സഹപ്രവർത്തകരോ നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാരോ ആണ്, അല്ലെ? എന്നാൽ മിലിറ്ററിയുടെ കാര്യത്തിൽ, ആർമിയുടെ ഒക്കെ കാര്യത്തിൽ എല്ലാവരും സഹപ്രവർത്തകരല്ല, മറിച്ച് സഹോദരങ്ങളാണ്. അവിടെയാണ് കാര്യം. സഹപ്രവർത്തകർ എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം കഴിഞ്ഞു, അവിടെ തീർന്നു. എന്നാൽ സഹോദരങ്ങളാണെങ്കിലോ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും അത്ര നീണ്ടുപോകില്ല. എന്ന് മാത്രമല്ല, പുറത്തു നിന്ന് ഒരാൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെയാണ് കാര്യം. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം, ലവും ലൈക്കും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കാത്ത കാലത്ത് നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ നമ്മളെ വളർത്തി, അവർ നമ്മളെ പഠിപ്പിച്ചു. നമുക്കൊരു നല്ല ജോലി നേടിത്തരാനും അതുപോലെ ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളെ വളർത്തി വലുതാക്കി നല്ലൊരു വ്യക്തിയാക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾ വിജയിക്കുമ്പോൾ അവരെ നമുക്ക് അക്ഷരം തെറ്റാതെ നമ്മുടെ നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്നൊക്കെ വിളിക്കാം. കാരണം അവർ തുടർച്ചയായി കൃത്യമായി ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് അതിൻ്റെതായ രീതിയിൽ നമ്മളെ കൈകാര്യം ചെയ്തു, നമ്മുടെ കാര്യങ്ങളെ അവർ ക്രമീകരിച്ചു തന്നു. പലപ്പോഴും അവർ നമ്മളെ ശാസിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ തല്ലിയിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മുടെ നല്ലതിനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് വളർന്നപ്പോഴായിരിക്കും നമുക്കത് മനസ്സിലായിട്ടുണ്ടാകും.